ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂൺ 8 ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നു. കർക്കിടക രാശിയിൽ ഗുരു ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയമാണ്. ഗുരുവും ശുക്രനും യോഗം ചെയ്യുന്നു. ലക്ഷ്മി നാരായണ യോഗം കർക്കിടക രാശിയിൽ വരുന്നു. അപ്പോൾ ഈ ശുക്രൻ്റെ രാശിമാറ്റവും ഗുരുശുക്രയോഗവും ഓരോ കുറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചയാണ് ഇവിടെ നടത്തുന്നത്. ഇപ്പോൾ 2026 ജൂൺ 8 ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത്. കർക്കിടക രാശി എന്ന് പറയുമ്പോൾ തന്നെ കാലപുരുഷൻ്റെ 4ാം ഭാവരാശിയാണ്, സുഖസ്ഥാനമാണ്. അവിടേക്കാണ് സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഭൗതിക സുഖത്തിൻ്റെയും ഗ്രഹമായിട്ടുള്ള ശുക്രൻ രാശി മാറുന്നത്. ആ കർക്കിടക രാശിയിൽ ഗുരു ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയമാണ്. അവിടെ ഗുരുവും ശുക്രനുമായിട്ട് യോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കർക്കിടക രാശി എന്ന് പറയുന്നത് ജലതത്വ രാശിയാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ജലാംശത്തെ നമ്മൾ ഈ ചന്ദ്രൻ്റെ സ്ഥിതി കൊണ്ട് പറയാം. അതുപോലെ ശുക്രനും ശരീരത്തിലെ ജലതത്വത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശരീരത്തിലെ സെമൻ, അതുപോലെ ഫെർട്ടിലിറ്റി ഫ്ലൂയിഡ്, ഇവയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ് ശുക്രൻ. അപ്പം ശുക്രൻ കർക്കിടക രാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ, വളരെ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഈ സമയത്ത് ഉണ്ടാകും. ചന്ദ്രൻ്റെ രാശിയിലാണ് ശുക്രനും ആ ഗുരുവൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ മാതൃകാരകനാണ്. അപ്പോൾ ചന്ദ്രനെ പോലെയുള്ള ഒരു മദർലി ലവ്, അറ്റാച്ച്മെൻറ്റ് ഈ സമയത്തുണ്ട്. വൈകാരികമായിട്ടുള്ളൊരു കണക്ഷൻ, അനുകമ്പ, അതുപോലെ വാത്സല്യം, ഇവയൊക്കെ ശുക്രൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള ആ രാശി മാറ്റം കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം ശുക്രൻ്റെ പ്രത്യേകിച്ച് കാലപുരുഷൻ്റെ 4ാം ഭാവരാശിയിലേക്കാണ് ആ രാശി മാറുന്നതും ഗുരുവുമായിട്ട് യോഗം വരുന്നതും എന്നുള്ളത് കൊണ്ട് പൊതുവെ കുടുംബത്തിൽ കമ്മിറ്റ്മെൻ്റ് കൂടാവുന്ന സമയമാണ്. കുടുംബത്തിൽ സുഖം, സന്തോഷം ഉണ്ടാകാവുന്ന ഒരു അവസ്ഥയാണ്. കുടുംബത്തിലെ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമത്തിൻ്റെയൊക്കെ സമയമായിട്ട് പൊതുവെ പറയാം. പക്ഷേ ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും അത് വ്യത്യസ്തമായിട്ടാണ് അത് സ്വാധീനിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റവും കർക്കിടക രാശിയിൽ ഗുരുശുക്രയോഗം വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ ഈ ആദ്യമായിട്ട് ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും, അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക്. ഈ ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ശുക്രൻ 6ാം ഭാവാധിപനാണ്, അതുപോലെ 11ാം ഭാവാധിപനുമാണ്. അപ്പം ആ 6ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമരാശിയിലേക്കാണ് ജൂൺ 8 രാശി മാറുന്നത്. ഇപ്പം 6ാം ഭാവാധിപനായ ശുക്രൻ അഷ്ടമരാശിയിൽ വരുന്നത് വിപരീത രാജയോഗമാണ്. അവിടെ അഷ്ടമരാശിയിൽ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ അഷ്ടമരാശിയിൽ ഗുരുവും ശുക്രനും യോഗം ചെയ്യുന്നു. ഗുരുശുക്രയോഗം 8 വരുന്നത്. അപ്പം പൊതുവെ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു സഡൻ ട്രാൻസ്ഫർമേഷൻ്റെ സമയം എന്ന് പറയാം. ഒരു പരിവർത്തനത്തിൻ്റെ സമയമാണ്. ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന ഏത് കാര്യത്തിലും അവർക്ക് ഡീപ്പ് നോളജ് ഉണ്ടാകുന്ന സമയം എന്ന് പറയാം. വളരെ ആഴത്തിലുള്ള ഒരു അറിവ് സ്വായത്തമാക്കാൻ കഴിയുന്ന സമയമാണ്. പരിവർത്തനത്തിൻ്റെ സമയമാണ്. അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ ഇവർക്ക് ഈ സമയത്ത് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ടെസ്റ്റ്, ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. കർമ്മ നേട്ടത്തിൻ്റെ സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ധനാനേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയോ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി വഴിയോ ചില സഡൻ ഗെയിൻ ഇവർക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ജോയിൻ്റ് സംരംഭങ്ങളിൽ നിന്നോ
ഇൻഷുറൻസ് പോലെയുള്ള മേഖലയിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. പൂർവിക സമ്പത്തിൽ ശ്രദ്ധ കൊടുക്കുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. സാമ്പത്തികമായിട്ട് സഡൻ ചേഞ്ച് ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ അല്പം കെയർ കൊടുക്കേണ്ടുന്ന സമയവും കൂടെയാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ അല്പം ശ്രദ്ധിക്കണം. 8ലാണ് ശുക്രൻ നിൽക്കുന്നത്. അതുപോലെ ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള ഗുരുവും അഷ്ടമത്തിലാണ്. അപ്പോൾ ശത്രുത, അസൂയ ഇവയൊക്കെ നമ്മൾ ഒഴിവാക്കി പോകേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ദാമ്പത്യ ബന്ധത്തിലും ശ്രദ്ധിക്കണം. യാത്രകളിലൊക്കെ ഒരു കെയർ വേണം. സാമ്പത്തിക കാര്യത്തിൽ കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് വിഷയ ആസക്തിയൊക്കെ നിയന്ത്രിക്കേണ്ടുന്ന സമയമാണെന്നും കൂടെ അറിയുക. അപവാദം, അപകീർത്തി ഒക്കെ ഉണ്ടാകാവുന്ന ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ വന്നുവിടും. അപ്പം നമ്മുടെ അവിടെയൊക്കെ ഒരു കരുതൽ നമ്മുടെ ഭാഗത്ത് വേണം. പ്രണയബന്ധത്തിലും കരുതൽ വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഈ സഡനായിട്ടുള്ള ചില നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അതേസമയം ബിസിനസ്സിൽ ഒക്കെ തന്നെ നമ്മൾ അല്പം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അതുപോലെ തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിൽ അന്വേഷകർക്കും ഒക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് 6ാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരികയാണ്. അപ്പം അതൊരു വിപരീത രാജയോഗമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് വന്നാൽ തന്നെയും അത് സഡൻ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോകാവുന്ന സമയമാണ്. അതുപോലെ ഈ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമായിട്ട് കാണുക. പ്രത്യേകിച്ച് ലഗ്നരാശ്യാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നു. ശുക്രനും 8ൽ വരുന്നു. അപ്പം വളരെ അനുകൂലമായിട്ട് നമുക്ക് ഈ ഗവേഷണാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അന്വേഷണ ഏജൻസികളൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന സമയമാണ്. ശാസ്ത്രജ്ഞർക്ക് നല്ല സമയമാണ്. നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് നല്ല സമയമാണ്. പൊതുവെ അത്തരം മേഖലകളിലൊക്കെ നമുക്ക് അനുകൂല ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പം അപ്രതീക്ഷിത മേഖലകളിൽ നിന്നൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷേ 2 ശുഭഗ്രഹങ്ങൾ അഷ്ടമത്തിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നു. അതും പ്രത്യേകിച്ച് ധനപരമായ ഗ്രഹങ്ങളാണ് എന്നുള്ളതുകൊണ്ട് ധനം ഡീല് ചെയ്യുന്നതിൽ ഒരു കെയർ കൊടുത്ത് പോകണം. നമുക്ക് ധനനേട്ടങ്ങളൊക്കെ വരാം, പക്ഷേ അത് ഡീല് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം. ചതി, വഞ്ചന, കബളിപ്പിക്കൽ ഇവ മുഖാന്തരം നമ്മുടെ കൈവശമുള്ള പണം നഷ്ടപ്പെടാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം. ജ്യേഷ്ഠ സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. സാമ്പത്തിക പ്രശ്നങ്ങൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ പണം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടാകാം. അവിടെയൊക്കെ ഒരു കെയർ കൊടുത്ത് പോവുക. അപ്പോൾ പൊതുവേ നമുക്ക് ഗുണദോഷങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പം പ്രത്യേകിച്ച് ഈ കുറുകാരുടെ 2ാം ഭാവരാശിയിലേക്ക് ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരുന്ന സമയമാണ്. അപ്പം നമ്മൾ ഭവനത്തിലൊക്കെ ഒരു സുഖാനുഭവം ഉണ്ടാകും. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതേസമയം അഷ്ടമത്തിലാണ്. അത് അഷ്ടമത്തിൽ നിന്നാണ് 2ലേക്ക് ദൃഷ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് ചിലപ്പോൾ കാശ് വന്നു ചേരാനുള്ള സാധ്യതയും കൂടെ കാണുന്നു. അപ്പോൾ പൊതുവെ അങ്ങനെയുള്ള ഒരു പരിവർത്തനത്തിൻ്റെ സമയമായിട്ട് ഈ ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും ഈ ശുക്രൻ്റെ രാശിമാറ്റത്തെ കാണാം. ഇനി മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതും കർക്കിടക രാശിയിൽ ഗുരുശുക്രയോഗം വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മകരക്കുറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദത്തിൽ പെടുന്നവർ, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും 5ഉം 10ഉം ഭാവാധിപനാണ് ശുക്രൻ. യോഗകാരകനാണ്. ഏറ്റവും യോഗം കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. ആ ശുക്രൻ ജൂൺ 8-ന് അവരുടെ 7ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. കേന്ദ്ര രാശിയിലേക്കാണ് രാശി മാറുന്നത്. ആ 7ാം ഭാവരാശിയിൽ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ 7ാം ഭാവരാശിയിൽ ഗുരുവും ശുക്രനും യോഗം ചെയ്യുന്ന ലക്ഷ്മി നാരായണ യോഗം. അവിടെ ആ 2 ഗ്രഹങ്ങൾ 7-ൽ നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെ ആണ്. അപ്പോൾ പൊതുവെ നമുക്ക് കരിയർ തലത്തിൽ, പ്രൊഫഷണൽ തലത്തിൽ ഉയർച്ചയുടെ സമയമാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും. തൊഴിൽ ഭാഗ്യത്തിൻ്റെ സമയമാണ് എന്ന് തന്നെ പറയാം. റിലേഷൻഷിപ്പിലൊക്കെ വളരെ സന്തോഷാനുഭവങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൻ്റെ സമയമാണ്.
വൈകാരികമായിട്ടുള്ള ഇൻറ്റിമസി കൂടുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. സന്താനങ്ങൾക്ക് വിദേശത്തൊക്കെ ശ്രേഷ്ഠമായ നിലയിൽ പ്രശസ്തിയൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇപ്പോൾ പൊതുവേ പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ 5-ാം ഭാവാധിപനാണ്. 5-ാം ഭാവാധിപൻ കേന്ദ്രസ്ഥാനത്ത് വരുമ്പോൾ ഈ സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും, സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും, അവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒരു ബാലൻസ് നമുക്ക് ഈ സമയത്തുണ്ട്. ആത്മീയപരമായിട്ടും നേട്ടം ഉണ്ടാകും, ഭൗതികമായിട്ടും നേട്ടം ഉണ്ടാകുന്ന സമയമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പേഴ്സണൽ റിലേഷൻഷിപ്പും പ്രൊഫഷണൽ റിലേഷൻഷിപ്പും ഒക്കെ തന്നെ വളരെ സന്തുലിതമാകുന്ന സമയമായിരിക്കും. നമുക്ക് വർക്ക് തലത്തിലായാലും വ്യക്തിബന്ധങ്ങളിലും ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയം, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമയമായിട്ട് നമുക്ക് ആ ഗുരു ശുക്രൻ 7-ൽ വരുന്നത് നമുക്ക് പറയാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വിവാഹമൊക്കെ ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമാണ്. വളരെ ലോകപരിജ്ഞാനമുള്ള പക്വമതിയായിട്ടുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയുന്ന സമയമാണ്. ദാമ്പത്യ ബന്ധവും വളരെ സന്തോഷകരമാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് 7-ൽ 2 ശുഭഗ്രഹങ്ങൾ നിൽക്കുന്ന സമയമാണ്. പൊതുവെ അതെല്ലാം അനുകൂല സമയമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ പ്രണയബന്ധം, ചിലർക്ക് ചിലപ്പോൾ ആ പ്രണയബന്ധമൊക്കെ വിവാഹത്തിലൊക്കെ എത്തിപ്പെടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ ജോയിൻ്റ് സംരംഭങ്ങളിലൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. പുതിയ പാർട്ട്നേഴ്സൊക്കെ ചിലപ്പോൾ പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളിൽ വന്നു ചേരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ 5-ാം ഭാവാധിപൻ 7-ലൊക്കെ വരുമ്പോൾ ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ, പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ശുക്രൻ 10-ാം ഭാവാധിപനും കൂടെയാണ് എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ കർമ്മഭാവാധിപനായ ശുക്രൻ ആ കർമ്മഭാവത്തിൻ്റെ കർമ്മസ്ഥാനത്താണ് വരുന്നത്. അവിടെ കർമ്മഭാവത്തിൻ്റെ കർമ്മസ്ഥാനത്ത് 2 ശുഭഗ്രഹങ്ങൾ ഉച്ചസ്ഥനായിട്ട് നിൽക്കുമ്പോൾ കർമ്മനേട്ടങ്ങളുടെ സമയമാണ്. കർമ്മസംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ സഡനായിട്ട് മാറുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ജീവിത പങ്കാളിയുടെ സഹായമൊക്കെ ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിടത്ത് ഉണ്ടാകും. ചിലപ്പോൾ വിദേശത്തൊക്കെ തൊഴിലിനായിട്ട് ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ, തൊഴിൽപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന സമയമായിട്ട് കാണുക. അപ്പം പൊതുവേ നമുക്ക് ഈ ഗുരുശുക്ര ബന്ധമൊക്കെ 10-ൽ വരുമ്പോൾ തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉയർന്ന തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അത് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ക്രിയേറ്റീവ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക്, ഇപ്പോൾ 5-ാം ഭാവാധിപനൊക്കെയാണ് 7-ൽ വരുന്നത്. അപ്പോൾ ഈ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക്, എഴുത്തുകാർക്ക്, അതുപോലെ നമ്മുടെ കലാമേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്കും ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പം പുതിയ കോഴ്സുകളൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമാണ്. അവരുടെ കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ കൂടുന്ന സമയമാണ്. മത്സരങ്ങളിലും കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ തന്നെ വളരെ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ സന്തോഷകരമായിട്ടുള്ള മാനസികാവസ്ഥ, ആകർഷകമായിട്ടുള്ള വ്യക്തിത്വം, എതിർലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റിമസിയിൽ അല്പം കരുതൽ വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലായി. പ്രത്യേകിച്ച് 7-ലാണ് ആ ശുക്രൻ്റെ സ്ഥിതി. ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതും കർക്കിടക രാശിയിൽ ശുക്രനും ഗുരുവുമായിട്ട് യോഗം വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദത്തിൽപ്പെടുന്നവർ, ചതയം, അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽപ്പെടുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ 4-ാം ഭാവാധിപനാണ്, 9-ാം ഭാവാധിപനാണ്. അപ്പോൾ ശുക്രൻ യോഗകാരകനാണ്, ശുഭത്വമുള്ള ഗ്രഹമാണ്. ആ യോഗകാരകനായിട്ടുള്ള ശുക്രൻ ജൂൺ 8-ന് അവരുടെ 6-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജൂലൈ 4 വരെ ആ ശുക്രൻ 6-ാം ഭാവരാശിയിലുണ്ടാകും. 6-ലാണ് ഗുരു ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഗുരുശുക്രയോഗം 6-ൽ വരുന്ന സമയമാണ്. അപ്പം ശുക്രൻ്റെ രാശിമാറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഒക്കെ, ആരോഗ്യം, സേവന പ്രവർത്തനങ്ങളെയൊക്കെ അത് സ്വാധീനിക്കും. പ്രത്യേകിച്ച് തൊഴിലിടത്ത് ഈ 6-ൽ ശുക്രനും ഗുരുവൊക്കെ വരുമ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത് സഡൻ മാറും, അത് പരിഹരിക്കും. കോവർക്കേഴ്സുമായിട്ടുള്ള ബന്ധം ഇംപ്രൂവ് ചെയ്യുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ശുക്രൻ 4-ാം ഭാവാധിപനാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. 4-ാം ഭാവാധിപൻ 6-ലൊക്കെ വരുമ്പോൾ
അതായത് സുഖസ്ഥാനാധിപൻ ശത്രുസ്ഥാനത്ത് വരുന്നു. അപ്പോൾ ഈ കുടുംബത്തിൽ അല്പം സുഖക്കുറവ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതേസമയം 2-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 2-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പം 4-ാം ഭാവാധിപൻ 6 വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് വികാരഭരിതനാകുന്ന ഒരവസ്ഥ, ആരോടും യോജിക്കാത്ത ഒരു സ്വഭാവം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളവർ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണം. ഇപ്പം ഗുരുവും അതുപോലെ ശുക്രനും ഒക്കെ 6-ൽ നിൽക്കുന്ന സമയമാണ്. പേഴ്സണൽ റിലേഷൻഷിപ്പിലും അല്പം കെയർ വേണം. എതിർലിംഗക്കാരുടെ പ്രലോഭനങ്ങളിൽ നമ്മൾ വീഴാൻ സാധ്യതയുണ്ട്, അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അവരുടെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫേവേഴ്സ്, എതിർലിംഗക്കാരുടെ ഫേവേഴ്സൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യവഹാരങ്ങൾ ഇപ്പം നിലവിലുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ആണ് കാണുന്നത്. പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാവും. സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്കും വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് തൊഴിലിടത്ത് കോവർക്കേഴ്സിൻ്റെയൊക്കെ സഹകരണം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതേസമയം 4-ാം ഭാവാധിപൻ 6-ലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. നമ്മൾ വാഹനങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കെയർ വേണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശരീരവ്യായാമമൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. 9-ാം ഭാവാധിപനും കൂടിയാണ് ആ ശുക്രൻ. അപ്പോൾ 9-ാം ഭാവാധിപൻ 6-ലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പിതൃസ്ഥാനത്തിൻ്റെ ഗ്രഹവും കൂടിയാണ് ആ ശുക്രൻ. അപ്പോൾ പിതാവിന് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം. അതുപോലെ പിതാവിന് വ്യവഹാരം വഴി എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുവഴി ഈ കൂറുകാർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇപ്പം നമുക്ക് എന്തെങ്കിലും കേസുകളൊക്കെ നിലവിലുണ്ടെങ്കിൽ ആ കേസുകൾ വഴിയൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കും. അതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഡെയിലി വേജ് ഏണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമാണ്. വർക്കിലൊക്കെ ഒരു സുഖാനുഭവമൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടൊക്കെ ചെറിയ ഭിന്നതയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഇപ്പോൾ അവരുടെയൊക്കെ സഹകരണത്തോടു കൂടി വർക്ക് ചെയ്യാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ നമുക്ക് ഈ കടബാധ്യതയുള്ളവർക്ക് കടബാധ്യത കുറയ്ക്കുന്നതിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. എങ്കിലും നമ്മൾ സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 2 ശുഭഗ്രഹങ്ങൾ 6-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഗുരുവും അതുപോലെ ശുക്രനും. അപ്പോൾ ധനപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു ശ്രദ്ധ വേണം. നമ്മളിപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇപ്പോൾ ലോൺ എടുക്കുന്നതിനൊക്കെ ജാമ്യം നിൽക്കാനൊക്കെ പോകുമ്പോൾ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. അവർ കറക്റ്റായിട്ട് പണം തിരിച്ചടയ്ക്കുന്നവരാണോ അല്ലയോ എന്നൊക്കെ വിലയിരുത്തി വേണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടത്. അതുപോലെ പണം കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു ജാഗ്രത വേണം. നിയമവിധേയമല്ലാത്ത പണ സ്വരൂപണത്തിന് നമ്മൾ ഈ സമയത്ത് ശ്രദ്ധ കൊടുക്കരുത്. പ്രത്യേകിച്ച് ഈ കൈക്കൂലി പോലെയുള്ള ഈ തൊഴിലിടത്തൊക്കെ ഈ കൈക്കൂലി വാങ്ങുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. കേസിൽ പെടാതിരിക്കാനൊക്കെ ഉള്ള ഒരു ജാഗ്രത ഈ സമയത്ത് അവർക്ക് ഉണ്ടാകണം. അപ്പോൾ അനാവശ്യ വാഗ്വാദങ്ങളൊക്കെ ഒഴിവാക്കുക. പരോപകാര പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. അത് പ്രത്യേകിച്ച് ഗുണാനുഭവം അവർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ സേവന മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂല മേഖലയാണ്, അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ സേവന മേഖല എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, നഴ്സുമാർ, ഡോക്ടേഴ്സ്, അതുപോലെ അങ്ങനെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, എല്ലാ സർവീസ് ഓറിയൻറ്റഡ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങളുടെ ആരോഗ്യത്തിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കണം. അവരുമായിട്ടൊക്കെ ഉള്ള അഭിപ്രായ ഭിന്നത ഉണ്ടാകാതൊക്കെ നോക്കണം. പൊതുവെ ധനച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ശുക്രൻ അതുപോലെ ഗുരുവൊക്കെ 12-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. ഇപ്പം 12-ൽ 2 ശുഭഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യയസ്ഥാനത്തേക്കാണ് ആ ശുഭഗ്രഹങ്ങൾ. ധനകാരകന്മാരാണ് ശുക്രനും ഗുരു. അവരെല്ലാം 12-ൽ ദൃഷ്ടി ചെയ്യുമ്പോൾ ധനപരമായിട്ട് വളരെ കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. ധനച്ചെലവ് കൂടും. പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവും ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ ഭാവിയിൽ അവർക്ക് ഗുണം ചെയ്യും എന്നും കൂടെ മനസ്സിലാക്കുക.
അതുപോലെ ചിലപ്പോൾ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ദൂരയാത്രകൾ ഒക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അപ്പം അതിനൊക്കെ ഉള്ള സാധ്യത ഈ ശുക്രൻ്റെ ഈ 6-ാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റവും ഗുരുശുക്രൻ്റെ 12 ദൃഷ്ടി കൊണ്ടും ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതും അതുപോലെ കർക്കിടക രാശിയിൽ ഗുരുശുക്രയോഗം വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പം മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്തരട്ടാതി, അതുപോലെ രേവതി നക്ഷത്രക്കാരാണ്. ഇപ്പം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ശുക്രൻ ഇഷ്ടഭാവാധിപൻ എന്ന് പറയാൻ പറ്റില്ല. 3ഉം 8ഉം ഭാവാധിപനാണ്. അപ്പം ഈ 3ഉം 8ഉം ഭാവാധിപനായ ശുക്രൻ അവരുടെ 5ൽ ത്രികോണസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. രാശിമാറ്റം വളരെ ഗുണം ചെയ്യുന്ന രാശിമാറ്റമാണ്. അതേസമയം ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു 5ൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുകയാണ്. അവിടെ നിന്നിട്ട് ജന്മരാശിയിലേക്ക് ഗുരു ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ 5ലാണ് ഗുരു ശുക്ര യോഗം വരുന്നത്. അപ്പോൾ 5ൽ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുക എന്ന് പറയുന്നതും ഗുരു ശുക്ര യോഗമൊക്കെ വരുന്നത് വളരെ പ്രത്യേകിച്ച് പിന്നെ ജന്മരാശിയിൽ ശനി നിൽക്കുന്നു. 7.5 ശനി സമയമാണ്, ജന്മശനി സമയമാണ്. അപ്പോൾ 7.5 ശനി, ജന്മശനി ദോഷം ഉള്ളവർക്ക് വളരെ ആ ദോഷാനുഭവങ്ങൾ കുറയുന്ന സമയമായിട്ടെടുക്കുക. കാരണം ജന്മരാശിയിലേക്ക് ജന്മരാശിയധിപനായിട്ടുള്ള ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ആ ശനിയെ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ശനിയെ കൊണ്ടുള്ള ദോഷം നമുക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് മാറും. അപ്പോൾ ശാരീരികവുമായിട്ടും മാനസികമായിട്ടും നമുക്ക് സുഖാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലിലൊക്കെ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. 5-ാം ഭാവരാശിയിലാണ് ആ ഗുരുശുക്രൻ വരുന്നത്, ഗുരുശുക്ര യോഗം വരുന്നത്. അപ്പോൾ നമ്മുടെ കഴിവുകൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന സമയമാണ്. പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾക്ക് വളരെ അനുകൂല സമയമാണ്. കലാകാരന്മാർക്ക് ഇവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ശുക്രൻ അഷ്ടമഭാവാധിപനാണ് എന്നുള്ളത് കൊണ്ട് ഈ കർമ്മ മേഖലയിൽ ചിലപ്പോൾ ഈ ഭാവാധിപൻ അഷ്ടമത്തിൻ്റെ 10-ാം ഭാവരാശിയിലാണ് ഇപ്പോൾ വരുന്നത് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും കർമ്മ മേഖലയിൽ ഒരു സഡൻ മാറ്റത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം. ഇപ്പോൾ സന്താനങ്ങളുടെ കാര്യത്തിൽ അവരുടെ ബിഹേവിയറിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഗുരുശുക്രന്മാർ 5ലൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ് വർക്കിലൊക്കെ വളരെ ഉണർവുണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ആ ഗുരുശുക്രയോഗം 5ൽ വരിക എന്ന് പറയുമ്പോഴും അത് ആ 11ലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്ന സമയമാണ്. അപ്പം അത് നമുക്ക് സാമ്പത്തികമായിട്ട് ചടൻ നേട്ടങ്ങൾ ഉണ്ടാക്കി തരും. പല സോഴ്സുകളിൽ നിന്ന് നമ്മുടെ കൈവശം പണം വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് പണം വരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ലോട്ടറി ഭാഗ്യത്തിനും സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് 11ലൊക്കെ ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് സൗഹൃദങ്ങൾ വഴിയോ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ ജ്യേഷ്ഠ സഹോദരന്മാർ വഴിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വന്നുവിടാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ 5ൽ 2 ശുഭഗ്രഹങ്ങൾ നിൽക്കുന്ന സമയമായതുകൊണ്ട് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലും നമുക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പം അതുപോലെ തന്നെ 5ലെ ഗുരുശുക്ര യോഗം എന്ന് പറയുന്നത് പ്രണയചിന്തയുണ്ടാക്കും. അതുപോലെ ശുക്രൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ്. 5-ാം ഭാവം ചന്ദ്രൻ്റെ രാശിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഒരു മാനസികമായ പ്രണയചിന്ത ഉണ്ടാകുമെങ്കിലും അതിലൊരു മാനസികമായിട്ടുള്ള ചഞ്ചലാട്ടത്തിനും കൂടെ സാധ്യത കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഹിഡൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഉണ്ടാകാം. അവിടെ ഒരു ശ്രദ്ധ വേണം. അപ്പോൾ ഈ കർമ്മഭാവാധിപൻ പ്രത്യേകിച്ച് 5ൽ നിൽക്കുന്ന സമയം ആയതുകൊണ്ട് നമുക്ക് ഈ തൊഴിലിൽ സഡനായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. തൊഴിലിൽ ഊർജ്ജസ്വലതയുണ്ടാകും. ഗുരുശുക്രനൊക്കെ പ്രത്യേകിച്ച് മീഡിയ പ്രവർത്തകർക്ക്, പ്രഭാഷകർക്ക്, മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്, അഡ്വർടൈസിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, മറ്റ് കലാകാരന്മാർക്ക് ഇവയ്ക്കൊക്കെ തന്നെ അവരുടെ മേഖലയിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ
ഈ സമയത്തൊക്കെ പൊതുവെ ആത്മീയ ചിന്ത കൂടാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് 5-ൽ ഗുരുവും ശുക്രനും നിൽക്കുന്നു. ആത്മീയ ചിന്ത, ഉപാസനാദി കാര്യങ്ങളിലൊക്കെ വളരെ നമ്മൾ ശ്രദ്ധ കൊടുക്കും. മന്ത്രസിദ്ധിയുടെയൊക്കെ സമയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സിൻ്റെ സമയം എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ നമ്മുടെ ഈ ആത്മീയ ചിന്തയിലൊക്കെ ആത്മീയ കാര്യങ്ങളിലൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ചിന്തകൾ ഈ സമയത്ത് കുറയാൻ അത് സഹായകമാണ്. പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ ശനി നിൽക്കുന്ന സമയമായതുകൊണ്ട് ആ ഒരു 7.5 ശനിയുടെ ഒരു തല്ലൽ, അതിൻ്റെ പീഡ, അതിൽ നിന്നൊക്കെ, ആ പീഡനത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരു മോചനം പ്രത്യേകിച്ച് ആ രാശിയിൽ രാശ്യാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടി വരുമ്പോൾ ഉണ്ടാകും. അപ്പം നമുക്ക് വളരെ ഒരു മാനസികമായിട്ട് ഒരു സംതൃപ്തിയുടെ സമയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം വിദ്യാർത്ഥികൾക്ക് വളരെ ഊർജ്ജസ്വലതയുടെ സമയമാണ്. 5-ലാണ് 2 ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നത്. അപ്പം ഊർജ്ജസ്വലത ഉണ്ടാകും. നമുക്ക് ഉന്നത പഠനത്തിലൊക്കെ തിളങ്ങാവുന്ന സമയമാണ്. നല്ല ചിന്തകൾ, നല്ല പ്രവൃത്തികൾ, നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയും. പൊതുവെ ക്രിയേറ്റീവ് തലത്തിലൊക്കെയുള്ള കോഴ്സുകൾ ചെയ്യുന്നവർക്ക്, ഇപ്പോൾ കലാമേഖലകളിൽ, ഇപ്പം മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്നവർക്ക്, മറ്റ് കലാമേഖലകളിൽ കോഴ്സുകൾ, ഡ്രാമ കോഴ്സൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. 5-ലെ ആ ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ യോഗം വളരെ ഗുണാനുഭവം ഉണ്ടാക്കും. ഗവേഷണ വിദ്യാർത്ഥികൾക്കും ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അഷ്ടമഭാവാധിപനാണ് ആ ശുക്രൻ, അവർക്കും അനുകൂല സമയമാണ്. അപ്പോൾ 11-ലൊക്കെ ആ ഗുരുശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ മുഖാന്തരം, സോഷ്യൽ സർക്കിൾ മുഖാന്തരമൊക്കെ നമുക്ക് ഗുണാനുഭവം, ജ്യേഷ്ഠ സഹോദരൻ വഴിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകാവുന്ന സമയമാണ്. എങ്കിലും 11-ലാണ് നമുക്ക് ആ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് എതിർ ലിംഗക്കാരുമായിട്ടുള്ള കമ്പനി, അവരുടെ സാന്നിധ്യം ഒക്കെ കൂടുതൽ ഈ സമയം ഇഷ്ടപ്പെടാവുന്ന സമയമാണ്. അപ്പോൾ അവിടെ ഒരു അല്പം കെയർ കൊടുത്ത് പോകുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് സഹോദരങ്ങളുമായിട്ടൊക്കെയുള്ള കണക്ഷൻസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. അനുകൂല സമയമാണ്. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ അല്പം കെയർ കൊടുത്ത് പോവുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.